നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. നിങ്ങൾ ഈ വീഡിയോയിലേക്ക് ആ തംബ്നെയിലിൽ ക്ലിക്ക് ചെയ്ത് വന്നപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരു സ്വപ്നമുള്ളതുകൊണ്ടാണ് നിങ്ങളതിൽ ക്ലിക്ക് ചെയ്തത്. ഒരു സിവിൽ സർവീസ് മേഖലയിൽ ഒരു സിവിൽ സർവൻ്റായി അല്ലെങ്കിൽ ഒരു IAS, IPS, IRS, IFS അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കേഡറുകളിൽ ഒരു ജോലിയിൽ പ്രവേശിക്കണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വലിയ സ്വപ്നം നിങ്ങൾക്കുള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ വീഡിയോയിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത് കോട്ടയത്ത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ യൂണിവേഴ്സിറ്റി നേരിട്ട് നൽകുന്ന ഒരു സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ സിവിൽ സർവീസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ പരിശീലന പരിപാടിയെക്കുറിച്ച് നിങ്ങളോടൊന്ന് സൂചിപ്പിക്കാനാണ്. ഏറ്റവും മികച്ച ഒരു അവസരമാണ്. മികച്ച സൗകര്യം, മികച്ച അധ്യാപകർ, മികച്ച അനുഭവ പരിചയമുള്ള ഒരു സ്ഥാപനം, അതും യൂണിവേഴ്സിറ്റിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ. ഒരു സ്വകാര്യ സ്ഥാപനമോ അത്തരത്തിലുള്ളൊരു രീതിയോ അല്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും, ഇവരിൽ നിന്ന് എന്തൊക്കെ സേവനങ്ങൾ ലഭിക്കും, ഇതൊക്കെയായിരിക്കും ഈ വീഡിയോയിൽ ഞാൻ പരാമർശിക്കുക. അതുകൊണ്ട് ഇത് ഒന്ന് ശ്രദ്ധയോടെ കേൾക്കാനായി, മനസ്സിലാക്കാനായി ശ്രമിക്കുക. വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ആമുഖത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ വീഡിയോയിൽ ഞാൻ പരാമർശിക്കുന്നത് കോട്ടയത്തുള്ള മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അഥവാ MG യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന ഒരു സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സേവനത്തിനെക്കുറിച്ചാണ്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തന്നെ പ്രിയദർശിനി ഹിൽസിൽ തന്നെ ഉള്ള ഒരു സ്ഥാപനമാണ് സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബൈ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇതിനകത്ത് എന്താണ്, ഇതിൻ്റെ ഒട്ടനവധി സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മളുടെ കേരളത്തിലുടനീളം കാണാം. പക്ഷേ ഇവർക്ക് ചില പ്രത്യേകതകളുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സൗജന്യമായി പഠിക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് ഇവരുടെ സേവനങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്, നിങ്ങൾ ഇനി അങ്ങനെയല്ല, നിങ്ങൾ മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻ്റാണ്, അല്ലെങ്കിൽ ഇപ്പോൾ +2 ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻ്റാണ്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻറ്റ്, അതുമല്ല എങ്കിൽ 10ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്തത് ഒരു സ്റ്റുഡൻ്റാണ്. നിങ്ങൾക്കൊക്കെയുള്ള അവസരം ഈ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് വേണ്ടി ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ പല രീതിയിലുള്ള കോഴ്സസ്, പല രീതിയിലുള്ള പ്രോഗ്രാംസ് ഇവർ സംഘടിപ്പിക്കുന്നുണ്ട്. അതിനെയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തെ കാര്യം, ഏറ്റവും വലിയ മികവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുള്ളിലാണ് ഇവർ ഉള്ളത് എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ കുറേ അധികം പ്രിവിലേജുകൾ നമുക്ക് കിട്ടും. യൂണിവേഴ്സിറ്റിയിലെ പല ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും മനസ്സിലാക്കാനും ഏറ്റവും മികച്ച അധ്യാപകരുടെ സേവനം ഉപയോഗിക്കാനും ഒക്കെ ഇതിനകത്തൂടെ ഒരു വിദ്യാർത്ഥിക്ക് സാധിക്കും എന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ്. രണ്ടാമത്തെ ഒരു വലിയ അഡ്വാൻറ്റേജ്, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ MG യൂണിവേഴ്സിറ്റി ലൈബ്രറി എന്ന് പറഞ്ഞാൽ വളരെ ബൃഹത്തായ ഒരു ലൈബ്രറിയാണ്. വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒട്ടനവധി റിസോഴ്സുകൾ അവൈലബിൾ ആയിട്ടുള്ള ലൈബ്രറിയാണ്. റെഫറൻസ് ബുക്കുകളുടെ കാര്യത്തിലാണെങ്കിലും, നിങ്ങൾ ടേക്ക് ഹോം ആയിട്ടുള്ള ബുക്കുകളുടെ കാര്യത്തിലാണെങ്കിലും, അതുമല്ല പബ്ലിക്കേഷൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും, പീരിയോഡിക്കൽസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏറ്റവും അധികം ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തരുന്ന ഒരു ലൈബ്രറി കൂടിയാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ലൈബ്രറി. അപ്പോൾ നിങ്ങൾ ഈ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് യൂണിവേഴ്സിറ്റിയുടെ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗമാകുന്നതോടെ നിങ്ങൾക്ക് ആ ലൈബ്രറി ഉപയോഗിക്കാനുള്ള മുഴുവനായുള്ള ഫെസിലിറ്റികളും സൗജന്യമായി നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അപ്പോൾ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇത് കൂടാതെ ഏറ്റവും കൂടുതൽ ക്വാളിഫിക്കേഷനുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സാണ് ഇവിടെ പരിശീലനം നൽകുന്നത്. ഒട്ടനവധി സിവിൽ സർവീസ് കാൻഡിഡേറ്റ്സിനെ വാർത്തെടുത്തിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു കേപ്പബിലിറ്റി ഉള്ള ഫാക്കൽറ്റി മെമ്പേഴ്സ് ഇവിടെയുണ്ട്. ഞാൻ എപ്പോഴും സിവിൽ സർവീസിനെ കുറിച്ച് പറയുമ്പോൾ ഒരാളുടെ പേര് എപ്പോഴും പറയാറുണ്ട്, OM നമ്പ്യാർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ. ഇദ്ദേഹം സിവിൽ സർവീസുമായി യാതൊരു ബന്ധമുള്ള ആളല്ല. നിങ്ങളിൽ പലർക്കും അറിയായിരിക്കും OM നമ്പ്യാർ എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ പേര് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ പേര് കേട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും മറ്റൊരു പേര് നിങ്ങൾ ഉറപ്പായും കേട്ടിട്ടുണ്ട്, PT ഉഷ എന്ന പേര് കേട്ടിട്ടുണ്ട്. ഒരു കാലത്ത് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, PT ഉഷ ഇന്ത്യ എന്നെഴുതിയ ഒരു പോസ്റ്റൽ ലെറ്റർ അല്ലെങ്കിൽ ഒരു കാർഡ് അയച്ചാൽ അത് പയ്യോളിയിലുള്ള PT ഉഷയുടെ വീട്ടിൽ കിട്ടും. വേറെ അഡ്രസ്സൊന്നും വേണ്ട, PT ഉഷ ഇന്ത്യ എന്നെഴുതിയാൽ മതി. അത്രയധികം ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു വ്യക്തിയാണ് PT ഉഷ ഇപ്പോഴും. കാരണം ഇന്ത്യയെ ഒളിമ്പിക്സിൽ പ്രതിനിധീകരിച്ചിട്ടുള്ള വ്യക്തി, ഒട്ടനവധി ഏഷ്യൻ ഗെയിംസ് മെഡൽ ഇന്ത്യക്ക് വേണ്ടി വാരിക്കൂട്ടിയ വ്യക്തി. PT ഉഷയെ അറിയാത്ത ഒരു മലയാളി ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, PT ഉഷ എന്ന് പറഞ്ഞ ഒരു ഇൻ്റർനാഷണൽ അത്ലറ്റിനെ വാർത്തെടുത്തത് ഈ പറഞ്ഞ OM നമ്പ്യാർ എന്ന് പറഞ്ഞ ഒരു അത്ലറ്റിക്സ് ട്രെയിനറാണ്. എന്നാൽ ഈ മനുഷ്യനാകട്ടെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഒരു ചെറിയ ഗെയിംസ് ഇതിൽ പോലും, അല്ലെങ്കിൽ ഒരു അത്ലറ്റിക്സ് മീറ്റിൽ പോലും വിദേശത്ത് പങ്കെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല.
അദ്ദേഹത്തിന് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല, ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല, കോമൺവെൽത്ത് ഗെയിംസിൽ പോലും പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല, ഇന്ത്യ റെപ്രസെൻറ്റ് ചെയ്ത് വെളിയിൽ മറ്റ് രാജ്യങ്ങളോടൊപ്പം മത്സരിക്കാൻ പോലും ഈ മനുഷ്യന് സാധിച്ചിട്ടില്ല. പക്ഷേ ഈ മനുഷ്യൻ വിചാരിച്ചിട്ട് ഒരു കാര്യം സാധിച്ചു. PT ഉഷ എന്ന ഒരു അത്ലറ്റിനെ കണ്ടെത്താനും അവരെ ട്രെയിൻ ചെയ്ത് ആ നിലയിലേക്ക് എത്തിക്കാനും ഒളിമ്പിക്സിലെ ഒരു ബ്രോൺസ് മെഡൽ ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ്പാണ് PT ഉഷയ്ക്ക് നഷ്ടപ്പെട്ടത്. അവിടം വരെ എത്തിക്കാൻ OM നമ്പ്യാർ എന്ന് പറഞ്ഞ മനുഷ്യന് സാധിച്ചു. അവരെ ഒരു ഏഷ്യൻ ഗെയിംസിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അവിടെ ഒട്ടനവധി മെഡൽ നേടിയെടുക്കുന്ന നിലയിലേക്ക് ഉയർത്തുവാൻ സാധിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളിലെ കേപ്പബിലിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ ആ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് ആ ഒരു ലെവൽ ഓഫ് കേപ്പബിലിറ്റി അല്ലെങ്കിൽ അവർ വലിയ അച്ചീവർ ആയിരിക്കണം എന്നും തന്നെയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെയൊക്കെയുള്ള അധ്യാപകർ ഏറ്റവും മികച്ച അധ്യാപകരാണ്. അവരുടെ സർവീസുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളത് വലിയ ഒരു നേട്ടമാണ്. അതുപോലെ തന്നെ ഫ്രീ ടെസ്റ്റുകൾ അവിടെ അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഫ്രീ ടെസ്റ്റ് സീരീസുകൾ അറ്റൻഡ് ചെയ്യാം. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ലാബുകൾ ഫ്രീ വൈഫൈയോട് കൂടി നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ ഡിബേറ്റുകൾ, സെമിനാറുകൾ, കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ ഫോറങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഗവൺമെൻറ് സ്കോളർഷിപ്സിന് അപ്ലൈ ചെയ്യാനുള്ള ഒട്ടനവധി അവസരം ഇവിടുത്തെ സ്റ്റുഡൻസിന് ലഭിക്കുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ ഫീസ് സ്ട്രക്ചർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒട്ടനവധി സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ അക്കാഡമികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്, പല ജില്ലകളിലായി ഉണ്ട്. പക്ഷേ ഇതിലെ ഏറ്റവും കുറഞ്ഞ ഫീസ് സ്ട്രക്ചറിൽ പഠിക്കാനുള്ളൊരവസരം. അപ്പോൾ ഇതിനകത്ത് 3 തരത്തിലാണ് ഈ കോഴ്സ് അവർ ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്ന്, റെഗുലർ പ്രോഗ്രാം, അതായത് ഒരു വർഷത്തെ പ്രോഗ്രാമാണ്. അത് ഫുൾ ടൈം പ്രോഗ്രാമാണ്. 600 അവേഴ്സ് പരിശീലനമാണ് അവരതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് 5 ദിവസം, അതായത് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ക്ലാസ്സുകളുണ്ടാവും. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവർക്കോ അതിനടുത്ത ഹയർ ലെവലിലേക്ക് പോയവർക്കോ ഇതിൽ പങ്കെടുക്കാൻ പറ്റും. രണ്ടാമത്തെ ഓപ്ഷൻ ഈവനിങ് ക്ലാസ്സുകളാണ്. അത് +2 അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് ഉള്ള എന്തെങ്കിലും കേപ്പബിലിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഉപയോഗിക്കാം. അത് 5 ദിവസവും ഉണ്ടാവും, ഒരാഴ്ച, അതായത് തിങ്കൾ മുതൽ വെള്ളി വരെ ഉണ്ടാവും. അത് പക്ഷേ ഓൺലൈൻ ക്ലാസ് വൈകുന്നേരങ്ങളിലാണ്. അപ്പോൾ നിങ്ങൾ മറ്റൊരു കോഴ്സ് പഠിക്കുന്നവരാണെങ്കിലും ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും +2 ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കാരണം ഓൺലൈൻ ക്ലാസ്സാണ്, അതും വൈകുന്നേരങ്ങളിലാണ്. അതുകൊണ്ട് അതും വളരെ കൺവീനിയൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഫൗണ്ടേഷൻ പ്രോഗ്രാമാണ്. ഈ ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ 10th കംപ്ലീറ്റ് ചെയ്ത ഒരു സ്റ്റുഡൻ്റാണ് നിങ്ങൾ, +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് ഒരു ബേസിക് ഫൗണ്ടേഷൻ സിവിൽ സർവീസിന് വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അത് ആഴ്ചയിൽ 2 ദിവസമേ ഉള്ളൂ, അതും ഓൺലൈൻ ആയിരിക്കും. അപ്പോൾ ഈ 3 ഓപ്ഷൻ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ് അല്ലെങ്കിൽ PG ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ ഓപ്ഷൻ ചൂസ് ചെയ്യാം. അതല്ല, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് PGയും കംപ്ലീറ്റ് ചെയ്ത് ഫ്രീ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നാമത്തെ ഓപ്ഷൻ, അതായത് 600 അവേഴ്സ് ഉള്ള ഒരു വർഷത്തെ കോഴ്സാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ ഫുൾ ടൈം ക്ലാസ്സുകൾ ഉള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അല്ല എങ്കിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഏതായാലും ഇതിലൂടെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു നേട്ടം എന്താണ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടും. സിവിൽ സർവീസ് എക്സാമിന് പങ്കെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ സിസ്റ്റം എന്തൊക്കെയാണ്, എങ്ങനെ അതിന് ക്രാക്ക് ചെയ്യാം, ആ പ്രിലിംസ് എങ്ങനെ ക്ലിയർ ചെയ്യാം, അത് കഴിഞ്ഞ് മെയിൻ എക്സാമുകൾ വരുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഒരു ഇൻ്റർവ്യൂ സിവിൽ സർവീസിലേക്ക് എത്തിപ്പെട്ടാൽ അതെങ്ങനെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ സമഗ്രമായ പഠനം നിങ്ങൾക്ക് കിട്ടാനുള്ളൊരു അവസരം കൂടിയാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് മുന്നിൽ നൽകുന്നത്. അപ്പോൾ ഇവരുടെ ഫീസ് സ്ട്രക്ചർ, ഇവരുടെ സെലക്ഷൻ കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം കൂടുതൽ അറിയാൻ വേണ്ടി എന്ത് ചെയ്യാം, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കോൺടാക്ട് നമ്പേഴ്സ് ഇടാം, വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ഇടാം. അതിലൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്യാനും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് മനസ്സിലാക്കാനും ശ്രമിക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു മേഖലയാണ് ഇതെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല പ്രിപ്പറേഷൻ നൽകാൻ ഇതിലൂടെ സാധിക്കും നിങ്ങൾക്ക് തന്നെ. അപ്പം ഏറ്റവും ശോഭനമായ ഒരു കരിയറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ ഒരു വീഡിയോ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്യാൻ ശ്രമിക്കുക, ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാ ദിവസവും ഒന്നിലധികം വീഡിയോസ് ഞാൻ ഇത്തരത്തിൽ കരിയർ അപ്ഗ്രേഡുമായി ബന്ധപ്പെട്ടത്, പുതിയ പുതിയ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടത് പോസ്റ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ നേരിട്ട് നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. ഏറ്റവും ശോഭനമായ മനോഹരമായ ഒരു കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.